അധികം താമസിച്ചാൽ ഒരുപക്ഷെ എല്ലാവരും അറിയും. അതിനു മുമ്പേ ഒരു പരിഹാരം കണ്ടെത്തി. സാമൂഹ്യ മാധ്യമത്തിൽ ആകെ പരക്കുന്ന വിഷയം CP ഷിഹാബും ഭാര്യയായ സനയും വേർപിരിയാൻ പോകുന്നു എന്നുള്ള കാര്യം. ഇത് ചർച്ചാ വിഷയമായത് എങ്ങനെയാണ്? ഷിഹാബ് തൻ്റെ വീഡിയോയിലൂടെ തന്നെ വിവാഹത്തിന് മുമ്പ് തന്നെ തങ്ങൾ തീരുമാനിച്ചതാണ് പരസ്പരം ഒത്തുപോകാൻ കഴിയാത്ത, അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ രണ്ടുപേരും അവരവരുടെ ജീവിതത്തിലേക്ക് മടങ്ങണമെന്ന് അങ്ങനെയൊരു തീരുമാനം ഞങ്ങൾ എടുത്തിരുന്നു എന്നും ഇപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും സന ഇപ്പോൾ എൻ്റെ കൂടെയില്ല എന്നും മകൾ ഹാപ്പിയായി തന്നെ എൻ്റെ കൂടെ ഉണ്ടെന്നും ഇത് കേട്ട സർവ്വ മനുഷ്യരും വിചാരിച്ചതും നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സ്വരച്ചേർച്ചയില്ല എന്നുള്ളത് തന്നെ. നിയമപരമായി ഞങ്ങളിപ്പോൾ വേർപിരിഞ്ഞിട്ടില്ല എന്നും ആ വീഡിയോയിൽ ഷിഹാബ് പറഞ്ഞു വെച്ചു. ഇതേ ചൊല്ലി ഒട്ടേറെ പേരാണ് വീഡിയോ ചെയ്തത്. അത് ഷിഹാബിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ. ഷിഹാബും സനയും ഒരിക്കലും പിരിയരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ട്, അത് ഞങ്ങൾക്ക് വളരെ വലിയ വേദന ഉണ്ടാക്കുന്നത് കൊണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ എന്നും സന്തോഷം നിറഞ്ഞാടാൻ ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ ഭൂരിഭാഗം പേരും. ഇത്തരമൊരു വാർത്ത പ്രചരിക്കുന്ന സമയത്ത് ഷിഹാബ് മറ്റൊരിടത്ത് ഷൂട്ടിങ്ങിലായിരുന്നു. അപ്പോഴാണ് ഭാര്യയായ സന വിളിച്ചു പറയുന്നത് നമ്മൾ വിവാഹമോചിതരായോ എന്നുള്ളത്. പിന്നീട് ഷിഹാബ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ ഇതിനുള്ള പ്രതികരണം നൽകി. ഞങ്ങൾ ഒരിക്കലും പിരിഞ്ഞിട്ടില്ല എന്നും ഞങ്ങൾ വിവാഹമോചിതരായി എന്നുള്ള വാർത്ത കേട്ട് നിങ്ങൾക്ക് സന്തോഷിക്കാമെങ്കിൽ അങ്ങനെ സന്തോഷിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്കാകാമെന്ന് ഷിഹാബ് പറഞ്ഞത് വലിയ വേദന തന്നെ നൽകി. ഒരിക്കലും ഷിഹാബിൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു വേർപിരിയലുണ്ടാകാൻ ഒരിക്കലും ഇവിടെ ആരും തന്നെ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണെന്നും നിങ്ങൾ തന്നെയാണ് മനസ്സിലാക്കേണ്ടിയിരുന്നത്. ഇത്തരം തീരുമാനങ്ങൾ ഞങ്ങൾ എടുത്തിരുന്നു എന്നും ഇപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നതെന്നും ആ വാക്കുകൾ തന്നെയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുവാനുള്ള പ്രധാന കാരണമായതും. നിങ്ങൾ ഒരിക്കലും വേർപിരിയാതിരിക്കട്ടെ. മരണം വരേക്കും തന്നെ നിങ്ങളെ ഒന്നിച്ചു കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കൂടെ ജീവിക്കാൻ വരുന്ന പോലെ ആയിരിക്കില്ല. ഞാൻ ഒരു സനയോട് കല്യാണത്തിന് തലേ ദിവസം പറയുന്നത് ഒന്നുകൂടി ആലോചിച്ചിട്ട് നമുക്ക് കല്യാണം കഴിക്കാം. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മൊമെന്റിൽ നമ്മൾ രണ്ടുപേരും ഹാപ്പി അല്ലാന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ മാത്രമല്ല സനയും ഹാപ്പി അല്ലെങ്കിൽ ഞാനും ഹാപ്പി അല്ലെങ്കിൽ നമുക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുക്കേണ്ടി വരും. നമുക്ക് നമ്മുടേതായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് മാറേണ്ടി വരും. അപ്പോൾ അതിലേക്കൊന്നും എത്താണ്ട് നിങ്ങൾ രണ്ടുപേരും നല്ല രീതിക്ക് തീരുമാനിച്ചൊരു കാര്യമാണ്. അപ്പം അവിടെ ഡിവോഴ്സ് ചെയ്യാന്നുള്ളൊരു ഇതിലേക്ക് എത്തിയിട്ടുമില്ല. ജസ്റ്റ് നിങ്ങൾ എന്താണ് ഇപ്പം ഒരുമിച്ച് ചെയ്യാത്തതെന്നുള്ളതാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതെ, കറക്റ്റായിട്ട് കുറച്ചൊക്കെ ചോദിച്ചിട്ടുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. മാത്രമല്ല ഞാൻ ആ വീഡിയോ തന്നെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ കുറേ കാലമായിട്ട് ഒരുമിച്ച് ഫ്രെയിമിൽ കാണാതിരിക്കുമ്പോൾ ഡിവോഴ്സ് ആയതായിരിക്കും, എന്താണ് സംഭവിച്ചത് അറിയാനുള്ള ആകാംക്ഷ സ്വാഭാവികമാണ് മനുഷ്യർക്ക്. വേറെ കമന്റ്സ് ഞാൻ ഇപ്പോൾ കണ്ടു, മീൻസ് സെക്സ് അല്ലെങ്കിൽ ക്യാഷ് അല്ലെങ്കിൽ ഫിസിക്കൽ കണ്ടീഷനൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ പറയുന്നത് കണ്ടു. ആ കുട്ടിക്ക് ഇപ്പോൾ ഇക്കടെ ഫിസിക്കൽ കണ്ടീഷൻ ഒട്ടും ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അവർ ജീവിച്ചത് ഒരു 1 year or 2 year അല്ല, അവർ 7 years ഒരുമിച്ചായിരുന്നു ജീവിച്ചിരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഒട്ടും ഓക്കെ അല്ലാത്ത ഒരു വ്യക്തിയുടെ കൂടെ എന്തായാലും 7 years ഒന്നും ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, മോളുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ ലൈഫിലേക്ക് എന്തെങ്കിലും അവർക്ക് പേഴ്സണൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നതും കൂടെ ചിലപ്പോൾ മാറി നിന്നേക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്കായിരിക്കും ചിലപ്പോൾ അവർ പോകുന്നുണ്ടാവുക. തീർച്ചയായിട്ടും. സത്യം പറഞ്ഞാൽ നമ്മളെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ വയനാട് വേറെ ഷൂട്ടിലായിരുന്നു. അത് കഴിഞ്ഞ് നാട്ടിൽ വരുമ്പോഴാണ് ഞാൻ ഡിവോഴ്സായ കാര്യമൊക്കെ അറിയുന്നത്. അപ്പോഴാണ് വർഷയ്ക്ക് കുറേ സ്ക്രീൻഷോട്ടുകൾ അയച്ചു തരുന്നത്. വൈഫ് മെസ്സേജിൽ ചോദിച്ചു നമ്മൾ ഡിവോഴ്സായോ എന്നൊക്കെ ചോദിച്ചു. നിങ്ങൾ ഡിവോഴ്സായി എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കേൾക്കാം, അങ്ങനെ സന്തോഷിക്കാം. ഒരുമിച്ചുണ്ട്, സന്തോഷമായിട്ട് പോകുന്നു എന്നാണ് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെയും ചിന്തിക്കാം. നിങ്ങളുടെ ചിന്ത എങ്ങനെയാണോ അതിനനുസരിച്ചിരിക്കും കാര്യങ്ങൾ.